ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാമായിട്ടുള്ള ഫൈസൽ ഖാന്റെ ഹൗസ് വാമിങ്ങിന് കൂടലാണ് ഇന്നത്തെ ലക്ഷ്യം. പോകുന്ന വഴിക്കുള്ള പ്രകൃതി രമണീയത ഒന്നും കൂടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ നടന്നു വന്ന്. ഞാൻ നടക്കുന്ന വഴിക്കൊക്കെ സെക്യൂരിറ്റികളെ കണ്ടില്ലേ, സെലിബ്രിറ്റി അല്ലേ. ഈ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ പോകുമ്പോ പറഞ്ഞ വേണ്ട നമുക്ക് നടന്നു പോവാം. എന്നിട്ട് പറയാ നടക്ക് ഫാറ്റൊക്കെ അങ്ങോട്ട് കുറയട്ടെ. അങ്ങനെ ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി. സ്വർഗത്തിലേക്കുള്ള റെഡ് കാർപ്പറ്റ് ആണോ എന്ന് സംശയമില്ലാതില്ല. സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ശരി തന്നെ. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് വീട് കാണാനും കയറി. ഏത് കോർണറിന് നോക്കിയാലും കാണുന്ന വ്യൂ ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണേ പറയാന്നല്ല, അതാണ് സത്യം. ഈ സൺസെറ്റ് ഒക്കെ നോക്കിക്കൊണ്ട് തന്നെ ഗോസിപ്പ് ഒക്കെ പറയുന്നത് ഒരു വൈബല്ലേ. മിറർ കണ്ടാൽ ഒരു മിറർ സെൽഫി മസ്റ്റ്, അതുകൊണ്ട് അതിനെ വെറുതെ വിട്ടില്ല. വല്ലാണ്ട് അങ്ങോട്ട് സൂം ആക്കണ്ട. അവന്റെ സൂം ആക്കാണ്ട് പന്തികേടായപ്പോ ഫോൺ ഞാനിങ്ങ് വാങ്ങി വെച്ചു. ഇതുവരെ ഫോണിലൊക്കെ കണ്ട സെലിബ്രിറ്റികളെ നേരിട്ട് കാണുമ്പോ മൈ ഗോഡ് എന്നൊരു എഫക്ട് ചെയ്യുന്നു. പിന്നെ അവരുടെ പാട്ടൊക്കെ കണ്ടിരുന്നപ്പോ ദേ നമ്മുടെ പ്രേമലൂല ആദിച്ചേട്ടാ വിശാഖപട്ടണത്തിലെ വളയിടലൊക്കെ കഴിഞ്ഞു. കമോൺ ബ്രോ, ജസ്റ്റ് കിഡിങ്. ഇനി സ്വല്പം ഇടവേളയാവാം. ഫൈസൽ ഖാന്റെ അപ്പുറത്തും നിൽക്കുന്നതാണ് ഇൻസ്റ്റാ സ്റ്റാർ ദിയ ആൻഡ്രിൻ ഷോ. പിന്നെ എന്റെ മുന്തിരിച്ചാറിനെ പിടിച്ചെടുത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ വിശപ്പിന്റെ വിളി വന്നു. സ്വാഭാവികം, അത് പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ. സോ നമ്മള് ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുഡാണ് ഫുഡ് ഇല്ലെങ്കിൽ ലൈഫിൽ എന്തോ ഗുഡ്. അതെങ്ങനെയുണ്ട്, വയലാറേതോ ഇതേപോലെ. ഓ ഫെന്റാസ്റ്റിക് ആൻഡ് അമേസിംഗ്. കണ്ടോ, ഫുഡൊക്കെ ഇരിക്കും വരെ ഞങ്ങൾക്ക് ചുറ്റിലും ഫാൻസുകൾ, ഒരു ഓട്ടോഗ്രാഫ് വേണം പോലെ. എന്താക്കാനാ, കൊടുക്കല്ലാണ്ട് നിവർത്തില്ല. പിന്നെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഡിസേർട്ടും കഴിച്ചോണ്ടിരിക്കുമ്പോ മിശാല് പറഞ്ഞ എല്ലാ തിന്നാലും മാത്രം മതിയോ, പുറക്ക് പോണ്ടേ. പിന്നെ പോണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം ബിമോനെ ഹാപ്പിയാ. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ.